ബ്രോസ് യു എയിൽ നിന്ന് മ്യൂച്വൽ ഫണ്ട് ചെയ്യാമെന്ന് ചോദിച്ചിട്ട് ധാരാളം പേര് മെസ്സേജ് ചെയ്തിരുന്നു. ഇതിൻ്റെ ഒരു രസകരമായ വസ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ നാട്ടിലെ മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നവരാണ്. അവർ തന്നെ റിയലൈസ് ചെയ്ത് കഴിഞ്ഞു. കാരണം നാട്ടിൽ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് മ്യൂച്വൽ ഫണ്ട് ചെയ്യുമ്പോൾ നമ്മൾ വൻ നഷ്ടമാണ് വരുത്തി വയ്ക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ ദർഹം എടുത്തിട്ട് ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റുകയാണ്. ഇന്ത്യൻ രൂപയും ഡോളറുമായിട്ട്, കാരണം ദർഹവും ഡോളറായിട്ട് എപ്പോഴും പെഗ് ചെയ്ത് വെച്ചേക്കായിരിക്കും. ഒരു 3.68 ആയിരിക്കും അതിൻ്റെ റേറ്റ്. ഡോളറും ഇന്ത്യൻ രൂപയായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഓരോ വർഷം 4%. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ കൂടുതലാണ്. 7% പണപ്പെരുപ്പ് ഉണ്ടാകുന്നത്. അതായത് 100 രൂപയുടെ സാധനം പ്രോഡക്റ്റ് അടുത്ത കൊല്ലം ആവണമെങ്കിൽ 107 ആവും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു 10 ലക്ഷം ഉണ്ട്, ഒരു 10 കൊല്ലം കഴിയുമ്പോൾ അതിൻ്റെ വാല്യൂ കുറയാണ്. അതേസമയം ദർഹത്തിന് അത് ഉണ്ടാവുന്നില്ല. ദർഹം ഓരോ സമയം വെച്ചടി കയറ്റുവാണ്. നമുക്കിവിടെ ഇൻഫ്ലേഷൻ കുറവാണ്. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സും ഇല്ല. എത്രത്തോളം രൂപയാണ് നമ്മൾ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നഷ്ടപ്പെടുത്തണമെന്നൊന്ന് ആലോചിച്ച് നോക്കണം. റുപ്പി ഡോളറിന് 4% വ്യത്യാസം, അതുപോലെ ഇൻഫ്ലേഷൻ്റെ 7% വ്യത്യാസം തന്നെ ആകുമ്പോൾ നമുക്ക് ഏതാണ്ട് 11% ഓരോ വർഷം നഷ്ടപ്പെടുകയാണ്. അത് ഓരോ വർഷം കോമ്പൗണ്ട് ചെയ്യുമ്പോൾ എത്രത്തോളം നഷ്ടമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ എക്സ്പോഷർ മാത്രമേ ഉള്ളൂ. യു എയിൽ നിന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റ് മാത്രമല്ല, നമുക്ക് ചൈനീസ് മാർക്കറ്റും അമേരിക്കൻ